നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. തിരിച്ചറിവെന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വിവാഹത്തിൻ്റെ ചേർച്ച ജാതകത്തിൻ്റെ ചേർച്ചയിലല്ലെന്നും മറിച്ച് തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അടിസ്ഥാനത്തിലാണെന്നുമുള്ള തിരിച്ചറിവ് ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കും. കഥയിലേക്ക് പോകാം. നാട്ടിൻപുറത്തെ നൈർമല്യത്തിൽ വളർന്ന് ശാലീനമായ മാധുവിന് വിവാഹം കഴിഞ്ഞ് പുതിയ വീട്ടിൽ ചെന്നതോടെ എല്ലാം പുതുമയായിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചര്യകളുമെല്ലാം. സ്വന്തം നാട്ടിൽ എവിടെ ചെന്നാലും പരിചയക്കാരുണ്ടാകും. ഇപ്പോൾ ഇവിടെ അതിന് മാർഗമില്ല. അച്ഛനും അമ്മയും കൊഞ്ചിച്ചാണ് എന്നെ വളർത്തിയത്. മൂത്ത മകൻ ഉണ്ടായിട്ട് പിന്നെ മക്കളില്ലാതെ 6 വർഷം കാത്തിരുന്നു. നേർച്ചയിട്ടും മറ്റും ഉണ്ടായ കുട്ടിയാണ് എന്നെപ്പോഴും അച്ഛമ്മ പറയാറുണ്ടായിരുന്നു. ശുദ്ധജാതകം ചേർച്ച കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചേർന്ന ഒരു ആലോചന വന്നയുടൻ മുന്നോട്ട് പോയതാണ്. വലിയ തറവാടികളാണ്. കോഴിക്കോട് കക്കാടി ഗ്രാമത്തിലുള്ള കോടശ്ശേരി തറവാട് പേര് കേട്ടതാണ്. വീട്ടുകാർ ഒട്ടും പരിഷ്കാരികൾ അല്ലെങ്കിലും ധാരാളം ഭൂസത്തുള്ളതുകൊണ്ട് ആണ് അച്ഛൻ മനസ്സ് വെച്ചത്. ബാലുവേട്ടൻ സ്നേഹമുള്ളവനാണെങ്കിലും അമ്മയെ മറുത്തൊരു കാര്യവുമില്ല. അമ്മയും ചേച്ചിയുമാണ് ബാലുവേട്ടൻ്റെ ഇടം കൈയും വലം കൈയും. അച്ഛന് വീട്ടിൽ വലിയ സ്ഥാനമൊന്നുമില്ല. അങ്ങനെ പുതിയ സ്ഥലവും വീടും പരിസരവും ഇണങ്ങാൻ ആയി ഞാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയാം. പക്ഷേ വീട്ടിൽ ആരും ഒരു തമാശ പോലും പറയുകയോ ചിരിക്കുകയോ ചെയ്യില്ല. എല്ലാം വളരെ അത്യാവശ്യത്തിന് മാത്രം. ബാലുവേട്ടനെ ഒന്ന് തനിച്ച് കിട്ടണമെങ്കിൽ രാത്രി വളരെ വൈകണം. തൊടിയിൽ പണിക്കാരുടെ കൂടെ കാലത്ത് പോയാൽ ഉച്ചയ്ക്ക് തൊടിയിൽ തന്നെയാണ് ഊണ്. വീട്ടിൽ നിന്ന് ഊണ് കാലമാക്കി പണിക്കാരുടെ കയ്യിൽ കൊടുത്തുവിടും. പണിക്കാരുടെ കൂടെ പണി കഴിഞ്ഞ് കയറിയാലും കുളിയും തേവാരവും അത്താഴവും അമ്മയുമായുള്ള കുശല സംസാരങ്ങളും വീട്ടിലേക്കുള്ള മറ്റ് തീരുമാനങ്ങളും ഒക്കെ കഴിഞ്ഞ് മുറിയിൽ വരുമ്പോൾ 10 മണി കഴിയും. പിന്നെ കിടക്കയിൽ കയറി നീണ്ടു നിവർന്ന് കിടന്ന ഒരൊറ്റ ഉറക്കമാണ്. എന്നോട് സംസാരിക്കാനോ സ്നേഹം പങ്കിടാനോ ഒന്നും സമയമില്ല. മെനക്കെടാറുമില്ല. അതിൻ്റെ ആവശ്യം ആൾക്ക് തോന്നാറുമില്ല. ബിനുവേട്ടൻ്റെ കൂർക്കം വലി തുടങ്ങുമ്പോൾ ഞാനും പോയി കിടക്കും. എന്നെ വീട്ടിലെയും അടുക്കളയിലെയും ഒരു സ്ഥിരം ജോലിക്കാരിയെപ്പോലെയാണ് അവിടെ അമ്മയും ചേച്ചിയും എല്ലാം കാണുന്നത്. എൻ്റെ പകലത്തെ അധ്വാനങ്ങളും ക്ഷീണവും മാനസിക സംഘർഷങ്ങളും ഒന്നും പുള്ളിക്കൊരു പ്രശ്നമേ അല്ല. എൻ്റെ വീട്ടിൽ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് എന്നെ കൂടുതൽ ദുഃഖിപ്പിച്ചിരുന്നത്. ജീവിതം എവിടേക്ക് പോകുന്നു എന്നറിയാതെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു ദിവസം ബിനുവേട്ടൻ തൊടിയിൽ ജോലിക്കിടെ തലകറങ്ങി വീണത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിൽ ഞാൻ അടുക്കള ജോലിക്കിടയിൽ നിൽക്കുമ്പോഴാണ് വിവരം അറിഞ്ഞത്. വിവരം കേട്ട് ഞാൻ തലകറങ്ങി താഴെ വീണു. ആരൊക്കെയോ താങ്ങി കട്ടിലിൽ കിടത്തി. പിന്നെ നടന്ന സംഭവങ്ങളൊന്നും എനിക്ക് വ്യക്തമായ ഓർമ്മയിലില്ല. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വീട്ടുകാരും ഒക്കെ എത്തി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. അച്ഛൻ എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ ചേട്ടൻ്റെ അച്ഛനോട് പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല. കുറച്ചുനാൾ അവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. എൻ്റെ അമ്മയും അച്ഛനും പോയി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന ദിവസങ്ങൾ എനിക്ക് ഓർക്കുന്നതുകൂടി ഇഷ്ടമല്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അശ്രീകരമെന്ന് വിളിച്ച് എന്നെ അവർ അധിക്ഷേപിച്ചു. ബിനുവേട്ടൻ മരിച്ചത് എൻ്റെ ജാതകദോഷം കൊണ്ടാണെന്ന് പറഞ്ഞ് അമ്മയും ചേച്ചിയും എന്നെ സ്ഥിരം ശപിക്കുക പതിവാക്കി. വീടിൻ്റെ മുന്നിൽ വന്നു നിൽക്കാനോ മുറ്റത്തിറങ്ങാനോ ഒന്നും എന്നെ അനുവദിച്ചില്ല. അടുക്കളയോട് ചേർന്ന സ്റ്റോർ മുറിയിൽ എൻ്റെ കിടക്ക മാറ്റിയിട്ടു. എൻ്റെ തുണികളും മറ്റും അങ്ങോട്ട് എടുത്തു വെച്ചു. ഇനി മുതൽ അവിടെ കിടന്നാൽ മതിയെന്ന് അമ്മ താക്കീത് ചെയ്തു. വീട്ടിൽ ആരും പുറംപണിക്കാരോട് പോലും എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞു. പുറത്തുള്ള ആരുടെയും ഒരു ആഘോഷത്തിനോ ഒന്നിനും എന്നെ കൊണ്ടുപോവുകയുമില്ല. ആരും എന്നെ വിളിക്കുവാനോ എന്നോട് സംസാരിക്കുവാനോ പോലും സമ്മതിക്കില്ല. വിധവയെ കാണുന്നത് പോലും അശ്രീകരമാണെന്ന് അമ്മയും ചേച്ചിയും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവരുടെ വീടിന് തന്നെ ശാപമാണെന്ന് എല്ലാവരോടും പറഞ്ഞു. എനിക്കാകെ ഭ്രാന്തി പിടിക്കുന്നത് പോലെയായി. ഒടുവിൽ സഹിക്കവയ്യാതെ എനിക്ക് വീട്ടിൽ വരണമെന്ന് ഞാൻ അച്ഛനെ അറിയിച്ചു. അതുതന്നെ അയലത്തെ ഒരു ചേച്ചി ഇവിടെയുള്ളവർ അറിയാതെ എന്നെ സഹായിച്ചതുകൊണ്ടാണ് സാധിച്ചത്. പിറ്റേന്ന് തന്നെ അച്ഛനും അമ്മാവനും കൂടെ വന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ ചെന്ന് കയറിയതും അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇത് കണ്ട അച്ഛൻ അമ്മയെ വഴക്ക് പറഞ്ഞു. എന്തിനാണ് നീ എൻ്റെ മോളെ വിഷമിപ്പിക്കുന്നത്? അവൾ കുളിച്ച് വല്ലതും കഴിച്ച് ക്ഷീണം മാറ്റട്ടെ. 2 ദിവസം കഴിഞ്ഞ് അച്ഛൻ മുറിയിൽ വന്ന് എന്നെ കട്ടിലിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. മുൻവശത്തെ കസേരയിൽ കൊണ്ടിരുത്തി. അമ്മയും വന്നടുത്തിരുന്നു. ഏട്ടനും ഏട്ടത്തിയും കൂടെ എത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല.
മോള് തുടർന്ന് പഠിക്കാൻ തീരുമാനിക്കണം. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാതി വഴിയിലായിരുന്നല്ലോ. മോൾ പുതിയ കോളേജിൽ ചേർന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ മതി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ തുടർ പഠനം സാധ്യമാണെന്ന് ഏട്ടൻ കൂട്ടിച്ചേർത്തു. ഏട്ടത്തിയും അമ്മയും എനിക്ക് സമാധാനം തരുന്ന കാര്യങ്ങൾ പലതും പറഞ്ഞു തന്നു. ഒടുവിൽ ഞാൻ എല്ലാം സമ്മതിച്ചു. ഒരു പുതുജീവൻ കിട്ടിയ ആശ്വാസമായിരുന്നു എനിക്ക്. കഴിഞ്ഞുപോയ 2 വർഷം ഒരു ദുസ്വപ്നം പോലെ ആയിരുന്നു എനിക്ക്. മാനസികമായി ഒരു ബന്ധനവും അവിടെ ആരുമായും ഇല്ലായിരുന്നു. അതും ഒരു ഭാഗ്യമായി. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വാശിയോടെ പഠിച്ച് നല്ല നിലയിൽ പാസ്സായി. തുടർന്ന് BEdന് ചേർന്നു. ഇന്ന് ഞാൻ ഈ നാട്ടിൽ വീടിനടുത്തുള്ള ഒരു ഹൈസ്കൂളിലെ ടീച്ചറാണ്. കാലം അതിൻ്റെ കുത്തൊഴുക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ വെച്ച് അതേ സ്കൂളിൽ പഠിപ്പിക്കുന്ന രോഹിത് സാർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞു. കേട്ടപാടെ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ പൂർവ്വകാലം ഒന്നും അറിയാതെയാണ് സാർ ഇത് എന്നോട് പറയുന്നത് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് രോഹിതിനോട് ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എൻ്റെ മൗനം രോഹിതിനെ ദുഃഖിപ്പിച്ചു. ഞാൻ രോഹിതിനെ പിറ്റേന്ന് സ്കൂൾ ലൈബ്രറി കണ്ടപ്പോൾ സാറിന് ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. എൻ്റെ വിവരങ്ങൾ അറിയുമ്പോൾ സാറിന് ഞാൻ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തതെന്ന് മനസ്സിലാകും. അതുകൊണ്ട് സാറിന് എന്നോട് ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീട് വരെ ഒന്ന് വരണം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് രോഹിത് സർ വീട്ടിൽ വന്നു. ഏട്ടനും അച്ഛനും രോഹിതിനോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു. എല്ലാം കേട്ട് രോഹിത് സന്തോഷത്തോടെ പറഞ്ഞു, എനിക്ക് മാധുവിനെ കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ്. സ്കൂളിൽ ഞാൻ മാധുവിനെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും വളരെ അടുക്കും ചിട്ടയോടും അച്ചടക്കത്തോടും ചെയ്തു തീർക്കുന്നത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. വീട്ടിൽ പോയി വിവരങ്ങൾ അറിയിച്ച് വീട്ടുകാരെയും കൂട്ടി ഞാൻ വരാം, രോഹിത് പറഞ്ഞ് പുറത്തിറങ്ങി. രോഹിത് സാർ പറഞ്ഞതുപോലെ അവരുടെ വീട്ടുകാർ ഞങ്ങളുടെ വീട്ടിൽ വരികയും എന്നെ കാണുകയും ഉണ്ടായി. തുടർന്ന് ഞങ്ങളുടെ വിവാഹം നടന്നു. ഇന്ന് ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അമ്മയും സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിൻ്റെ പ്രിയതമയുമാണ്. ഈശ്വരാനുഗ്രഹത്താൽ ശാപങ്ങളും ദോഷങ്ങളും കാലഹരണപ്പെട്ട ആചാരങ്ങളും ഒന്നുമില്ലാതെ ഞങ്ങൾ ഇന്ന് സന്തോഷമായി ഒരു കുടുംബജീവിതം നയിക്കുന്നു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.